വലിയ സാലറിക്കാർക്കാണെങ്കിൽ അവിടെ സ്കൂൾ പറഞ്ഞേക്കാം. നേരെ മറിച്ച് ചെറിയ സാലറിക്കാർക്ക് ഏതേ പറ്റുള്ളൂ, ഇന്നത്തെ ഓൺലൈനേ പറ്റുള്ളൂ. എന്നാ പിന്നെന്താ സ്കൂളുമായി കുട്ടികളെ പഠിച്ചിന കുട്ടികളെ എവിടെ പോയാലും ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥർ പഠിച്ചിട്ട് എത്ര ഡോക്ടർമാര് കളക്ടർമാർ എന്തൊക്കെയുണ്ട്. ഇവിടെ 7000 ദിവസം വേണം ഒരു കൊല്ലം ഒരു കുട്ടീനെ പഠിപ്പിക്കണം. സാധാരണ ഇവിടെ സ്കൂളില് സാധാ വലിയ സ്കൂളല്ല, സാധാരണ സ്കൂളിൽ. ഈ വീഡിയോ കണ്ടപ്പോൾ സത്യമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിന്റെ താഴെ കമന്റ് ചെയ്തു. ഞാൻ ഗൾഫിലെ സ്കൂളിലെ അധ്യാപകനാണ്, മക്കളെ ഓൺലൈനിൽ ചേർക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇവരുമായിട്ടുള്ള വീഡിയോയിലൂടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ വീഡിയോ കാണാറുണ്ട്. ഇതിൽ ഈ കുട്ടികളുടെ ഇൻട്രാക്ഷനും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് നേടേണ്ട ഒരുപാട് കാര്യങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് നേടുന്നുണ്ട്. അതുപോലെ തന്നെ അവർ സൊസൈറ്റി ആയിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ വീഡിയോയിലൂടെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ വന്ന ചില ആളുകളുടെ കമൻറ്റുകളാണ്, ഓക്കെ, നാട്ടിലെ ഗവൺമെൻറ് സ്കൂളിനെ പഠിപ്പിനേക്കാൾ നല്ലത് വീട്ടിലെ അന്തരീക്ഷം തന്നെയാണ്. പിന്നെ കുട്ടികൾ എങ്ങനെ വളർന്നാലും ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് വേണ്ട മേഖല അവർ തന്നെ കണ്ടെത്തുന്നു വേറൊരാൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിന് മറുപടി എഴുതിയത്, ശരിക്ക് അങ്ങനെയൊന്നല്ല, നാട്ടിലെ ഗവൺമെൻറ് സ്കൂളുകൾ മോശമല്ല, അവിടെ കഴിവതും പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. പക്ഷേ പ്രവാസികളായ ആളുകൾക്ക് അത് കഴിയില്ലല്ലോ. എന്നാൽ ചില കാര്യങ്ങൾക്ക് നാം പ്രാധാന്യം നൽകുമ്പോൾ ചിലത് ത്യജിക്കേണ്ടി വരും. ഇവർ ഇവിടെ എടുത്ത തീരുമാനങ്ങൾ നോക്കുമ്പോൾ ഓൺലൈൻ തിരഞ്ഞെടുത്തതിൽ യാതൊരു തെറ്റുമില്ല. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വളരെ കൂടിയ ഫീസുള്ള ഒരുപാട് സ്കൂളുകളുണ്ട് ഇന്ത്യൻ സ്കൂളിൽ നിന്ന്. വളരെ കുറഞ്ഞ ഫീസിൽ നല്ല ഫെസിലിറ്റി കൊടുക്കുന്ന സ്കൂളുകളുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് മെട്രോപൊളിറ്റൻ ഇന്റർനാഷണൽ സ്കൂളിലാണ്. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു സ്കൂളായിട്ടുള്ള കോസ്മോപൊളിറ്റൻ പോലെയുള്ള സ്കൂളുകളിലൊക്കെ വളരെ കുറഞ്ഞ ഫീസിൽ അജ്മാൻ ഭാഗത്തുള്ള ഷാർജ, ദുബായ് ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ വന്ന് പഠിക്കാവുന്ന ഏറ്റവും നല്ല സ്കൂളാണ് മെട്രോപൊളിറ്റൻ ഇന്റർനാഷണൽ സ്കൂള്, അതുപോലെ തന്നെ കോസ്മോപൊളിറ്റൻ ഒക്കെ. ഇതിലൊക്കെ വളരെ കുറഞ്ഞ ഫീസാണ്, വളരെ 400-500 വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതിന് താഴെയുള്ള ഫീസുകളിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന സ്കൂളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്കൂളുകളിലും നിങ്ങൾക്ക് ചേർക്കാൻ പറ്റും. ഇനി അതിനൊന്നും കഴിയാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 കുട്ടികൾ ഉണ്ടാകുമ്പോൾ നല്ല ഫീസ് വരും. അപ്പോൾ ചിലപ്പോൾ ഓൺലൈനിൽ പഠിപ്പിക്കുന്ന നല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിൽ അതിൽ പഠിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രവാസികളും അവരുടെ ഫാമിലി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറയുന്നവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ എല്ലാം കിട്ടും എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ റെഗുലർ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ ആർജിച്ചെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ. പക്ഷേ ഓൺലൈനിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും അവരുടെ പാരന്റ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നു, അവരുടെ മക്കൾ നാട്ടിൽ അറ്റൻഷൻ ഇല്ലാതെ ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ വളരെ നല്ലത് അവർ ഓൺലൈനിൽ പഠിച്ചിട്ട് അവരുടെ രക്ഷിതാക്കളുടെ കൂടെ ഇവിടെ ഗൾഫിൽ ജീവിക്കുന്നതാണ്. അവിടെ കൂടെ തന്നെ രക്ഷിതാക്കളുടെ ശ്രദ്ധ കൂടി ഉണ്ടാവുമ്പോൾ അവർക്ക് സാധാരണ ഒരു നാട്ടിലെ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ നല്ല അറ്റൻഷൻ കിട്ടുമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന് കഴിയാത്ത